ചിലർ നിന്നെ നോക്കി ശപിക്കുന്നത് നിനക്ക് രക്ഷപ്പെടാനുള്ള എളുപ്പമാർഗമാക്കി ദൈവം മാറ്റാൻ പോവുക. മോർണിംഗ് മന്നായിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു ദിവസം കൂടെ ഇന്ന് നമ്മൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ച് മെസ്സേജിലോട്ട് കയറുക. ഇന്നലെ ചിന്തിച്ചതിൻ്റെ അടുത്ത ഭാഗം അപ്പോസ്തലപ്രവൃത്തി 23:12-13. നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. ഈ ശപഥം ചെയ്തവർ 40-ലധികം പേരായിരുന്നു. 40-ലധികം പേരൊരു ശപഥം ചെയ്യുക, പൗലോസിനെ കൊന്നുകളയുവോളം ഭക്ഷണം കഴിക്കത്തില്ല, വെള്ളം കുടിക്കത്തില്ല. എന്നാ കൊടു ശപഥവാത്. യഥാർത്ഥത്തിൽ പൗലോസിനോടുള്ള ബന്ധത്തിലാണോ ഈ വിഷയമുള്ളത്? അല്ല, സുവിശേഷത്തോടുള്ള ബന്ധത്തിലാണ്. കണ്ണുകടി ഇന്നും നിലയൊന്നും തുടങ്ങിയതല്ല, ശൗലിന്റെ കാലത്തെ തുടങ്ങിയതാ. ആമേൻ. അന്ന് മുതൽ കണ്ണുകടി തുടങ്ങിയെന്നാണ് വായിക്കുന്നത്. ഗോലിയാത്തിൻ്റെ തലയെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ യഥാർത്ഥത്തിൽ മോനെ നീ ഞങ്ങളെ രക്ഷിച്ചടാ, നീ രാജ്യത്തിൻ്റെ അഭിമാനമാടാ എന്ന് പറഞ്ഞവനെ അഭിനന്ദിക്കേണ്ടതിന് പകരം കണ്ണുകടി തുടങ്ങി. അപ്പോൾ ദാവീദിനോടാണോ വിഷയം? അല്ല, ദാവീദിൻ്റെ ദൈവത്തോടാ, അവൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവസാന്നിധ്യത്തോടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ നേരെ വരുന്ന ചില വിഷയങ്ങൾ നിങ്ങളോടുള്ളതല്ലാത്തത് കൊണ്ട്, ദൈവത്തോടുള്ളതായതുകൊണ്ട് ദൈവം ഏറ്റെടുക്കാൻ പോവാ. നീ വെള്ളം കുടിക്കത്തില്ലെന്നും ഭക്ഷണം കഴിക്കത്തില്ലെന്നും എത്ര വലിയ ശപഥം ചെയ്തെന്ന് പറഞ്ഞാലും, ആമേൻ, ദൈവം നിൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം അവനെ എത്ര വലിയ ആമേൻ നിനക്കെതിരായിട്ട് ചെയ്യുന്ന ആഭിചാരങ്ങൾ, മന്ത്രവാദങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ അങ്ങ് ഒലിച്ചങ്ങ് പോവും. ആമേൻ. അങ്ങനെ വിശ്വസിക്ക്. മന്ത്രമല്ല വലുത്, ക്ഷുദ്രമല്ല വലുത്, നമ്മുടെ കൂടെ നിൽക്കുന്ന കർത്താവിന് സാന്നിധ്യമാണ് വലുത്. 40-ലധികം പേര് ശപഥം ചെയ്യുന്നതിന് മുമ്പേ പൗലോസിനോട് ദൈവം പറഞ്ഞ് ധൈര്യമായിട്ടിരിക്കുക. ഈ കടന്നു വരുന്ന വിഷയങ്ങൾ, നീ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ നിനക്ക് സുവിശേഷം പറയാനുള്ള മാർഗമാക്കി ഞാൻ മാറ്റാൻ പോവാ. അങ്ങനെ വിശ്വസിക്കാമോ? ഇപ്പോൾ എൻ്റെ നേരെ വന്നിരിക്കുന്ന ഈ വലിയ പ്രതിസന്ധി കർത്തൃനാമം മഹത്വപ്പെടുന്നതിനുള്ള വലിയൊരു മുഖാന്തരവും, കർത്തൃവേലയിൽ സാക്ഷ്യമായി ഞാൻ മരിക്കുന്നത് വരെ എനിക്ക് ദൈവം തരുന്ന ഇടങ്ങളിൽ പറയാനുള്ള ഒരു ദൈവികമായ ആയുധവുമായി മാറാൻ പോവാന്ന് പറയാമോ? ഈ അത്രയ്ക്ക് എൻ്റെ കർത്താവിന് വിശ്വാസമാണ്, ഈ ദൈവശബ്ദത്തെ വിശ്വാസമാണ്. 40-ലധികം പേര് ഒരു കഠിന ശപഥം. അയ്യോ, ആരോട്? ആർക്കെതിരായിട്ട്? ദൈവത്തിൻ്റെ ഉള്ളംകരത്തിലിരിക്കുന്ന ഒരു ദൈവമനുഷ്യനെതിരായിട്ട്. എടാ, നിന്നെ തൊടണമെങ്കിൽ ആദ്യം ദൈവത്തെ തൊട്ടാലേ നിന്നെ തൊടാൻ പറ്റത്തുള്ളൂ. ഈ 40-ലധികം പേരുടെ ശപഥം ഫലിച്ചോ? അടുത്ത ദിവസം നമുക്കത് ചിന്തിക്കുക, കണ്ണടയ്ക്കുക, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എത്ര ഹൃദ്യമായിട്ട് അങ്ങ് ഞങ്ങളോട് സംസാരിച്ചേ, എത്ര ആഴമായിട്ട് അങ്ങ് ഞങ്ങളോട് ഇടപെട്ടെ. ഈ ദൂത് ഞങ്ങൾ ശിരസ ഏറ്റെടുക്കുന്നു. എന്നോടൊപ്പം ഈ ദൂത് ഏറ്റെടുക്കുന്ന ഞങ്ങളുടെ മക്കളുണ്ട്. ഈ ദിവസങ്ങളിൽ ചില ക്രിയകളുടെ സ്വാധീനങ്ങൾ നിമിത്തം ദുഃഖം പേറുന്നവർ ഈ ശബ്ദം ചിലർ കേൾക്കുന്നുണ്ട്. അപ്പച്ചൻ നാമം അവരിലൂടെ മഹിമപ്പെടട്ടെ, അപ്പച്ചൻ നാമം അവരിലൂടെ മഹത്വപ്പെടട്ടെ, ജീവനായിട്ട് ഈ സന്ദേശം അവർക്ക് തീരട്ടെ. യേശുവിനാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.